നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2016 പുറത്തിറങ്ങിയ ഡീപ് വാട്ടർ ഹൊറിസോൺ എന്ന സിനിമയെ കുറിച്ചാണ്. പീറ്റർ ബ്രൂൺ സംവിധാനം ചെയ്ത ഈ സിനിമ 2010 നടന്ന ഡീപ് വാട്ടർ ഹൊറിസോൺ ഓയിൽ ദുരന്തത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ്. പ്രധാന കഥാപാത്രമായ മൈക്ക് വില്യംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ കഥ തുടങ്ങുന്നത്. ഒട്ടും താമസിക്കാതെ തന്നെയാണ് സംവിധായകൻ നമ്മളെ ഈ കഥയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഈ കപ്പലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ജീവിത ശൈലികളെ കുറിച്ചും ഡയറക്ടർ നമ്മളെ വ്യക്തമായിട്ട് ഈ സിനിമയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഈഗോ ഇഷ്യൂസും കാരണം ഉണ്ടായ ഈ ദുരന്തം 2010 ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ സംഭവിച്ച ഡീപ് വാട്ടർ ഹൊറിസോൺ ഓയിൽ റിഗിലെ ദുരന്തത്തെ ആസ്പദമാക്കി 2016 പീറ്റർ ബർഗ് സംവിധാനം ചെയ്ത സിനിമയാണ് ഡീപ് വാട്ടർ ഹൊറിസോൺ. ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനിയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളിലുണ്ടായ വീഴ്ച കാരണം റിഗിലെ തൊഴിലാളികൾക്ക് ഉള്ള ജീവനഷ്ടവും ശേഷമുള്ള ദുരന്തവുമാണ് ഈ സിനിമയുടെ പ്രധാനം. ഡീപ് വാട്ടർ ഹൊറിസോൺ മൂവിയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന ഓയിൽ സ്പിൽ ബേസ്ഡ് ആണ്. ഓയിൽ സ്പിൽ ബേസ്ഡ് കാണിക്കുന്നത് ഹ്യൂജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് എന്ന് വെച്ച് കഴിയുമ്പോൾ പ്രോപ്പർ മെയിൻ്റെനൻസ് ആവാതെ ആകുമ്പോൾ അതിലൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുമ്പോഴാണ് അറിയുന്നത് അതിൽ കുറേ ഡാമേജസ് ഉള്ളതും പിന്നെ അടിയിൽ കിടക്കുന്ന ഓയിൽ മേലോട്ട് തെറിച്ചു വന്ന് അത് വലിയൊരു എക്സ്പ്ലോഷനായി മാറുന്നതാണ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഓയിൽ നല്ലോണം കയറി വന്നു കഴിഞ്ഞിട്ട് ഈ എൻജിൻ ജനറേറ്റേഴ്സിനെല്ലാം ചൂട് കാറ്റ് കൊണ്ട് അത് നല്ലോണം ഒരു വലിയ എക്സ്പ്ലോഷനായിട്ട് മാറുന്നുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഡീപ് വാട്ടർ ഹൊറിസോൺ മൂവിയുടെ സിനിമാറ്റോഗ്രഫിയും ബാക്കിയുള്ള ടെക്നോളജിക്കൽ ആസ്പെക്ട്സിനെ പറ്റിയാണ്. സിനിമാറ്റോഗ്രഫി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് എൻറിക് ഷൈഡേഴ്സാണ്. നമുക്ക് ഓരോ ഫ്രെയിമിലും അതിൻ്റെതായ മികവ് കാണാൻ സാധിക്കുന്നുണ്ട്. പുള്ളിയുടേതായ വൈഡ് ഷോട്ട്സും കൂടുതൽ ഇമ്പാക്ട്സ് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പറയാനുള്ളത് ഇതിനകത്തുള്ള കളർ ഗ്രേഡിങ്. ഓരോ സീൻസിന് ആപ്റ്റായിട്ടുള്ള കളർ ഗ്രേഡിങ്ങാണ് ഇവിടെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടാതെ സൗണ്ട് എഫക്ട്സിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓരോ മൈന്യൂട്ട് സൗണ്ട് എഫക്ട്സും ഇതിൽ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓയിൽ റിഗിലുണ്ടാകുന്ന പ്രഷർ കാരണം മൈന്യൂട്ടായിട്ടുള്ള ക്രാക്സൊക്കെ പ്രോപ്പർലി ആണ് സൗണ്ട് മാനേജ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രൗഡിൻ്റെ പ്രശ്നം, പെട്ടെന്ന് ആൾക്കാർ പാനിക് ആകുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സിനിമയിലെ പ്രധാന സന്ദേശങ്ങളെക്കുറിച്ചും തീമുകളെക്കുറിച്ചുമാണ്. സിനിമയുടെ മുഖ്യ തീമുകൾ പരിസ്ഥിതി ദുരന്തം, കോർപ്പറേറ്റ് അശ്രദ്ധ, മാനുഷിക ധൈര്യം എന്നിവയാണ്. ലാഭം മുൻനിർത്തി സുരക്ഷയെ അവഗണിക്കുന്ന കോർപ്പറേറ്റ് നയങ്ങൾ എങ്ങനെ വലിയ ദുരന്തങ്ങൾക്ക് ഇടയാകുന്നു എന്നത് ഈ സിനിമയുടെ പ്രധാന സന്ദേശമാണ്. അതേസമയം അപകട സമയങ്ങളിൽ മനുഷ്യധീരത എങ്ങനെ ഉദ്ഭവിക്കുന്നു എന്നതും ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിയും. പരിസ്ഥിതി പ്രശ്നങ്ങൾക്കുള്ള മാനസിക ഉത്തരവാദിത്വം ചൂണ്ടിക്കാട്ടുകയും അതേസമയം ഈ ദുരന്തത്തിലൂടെ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരവും ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഡീപ് വാട്ടർ ഹൊറിസോൺ ഒരു അതിപ്രധാന സിനിമയാണ്. യഥാർത്ഥ സംഭവങ്ങൾ ആസ്പദമാക്കിയില്ലെങ്കിൽ ഇത് ഒരു ദുരന്ത കഥയല്ല. അത് കോർപ്പറേറ്റ് സ്വാർത്ഥതയുടെ മൂല്യവും മനുഷ്യസ്വായത്തിൻ്റെ മഹത്വവും ബോധിപ്പിക്കുന്നു. മികച്ച അഭിനയം, മനോഹരമായ ചിത്രീകരണം, ദേശസ്പർശിയായ കഥ ഈ മൂവി കാണേണ്ട സിനിമകളുടെ പട്ടികയിൽ നിർബന്ധമായി ചേർക്കേണ്ട ഒന്ന് തന്നെയാണ്. തീർച്ചയായും ത്രില്ലിംഗ്, യഥാർത്ഥ സംഭവങ്ങൾ ആസ്പദമാക്കിയ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഈ ചിത്രം ഒരു ഉഗ്രൻ അനുഭവമായിരിക്കും.